കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു നീന്തൽ കഥ പറഞ്ഞിരുന്നു. അത് വേറൊന്നുമല്ല, കുഞ്ഞിലെ തൊട്ട് നമ്മൾ ആറിൻ്റെ തീരത്ത് താമസിക്കുന്നതുകൊണ്ട് സ്ഥിരം നമ്മൾ ആറ്റിലായിരുന്നു കുളിക്കാറൊക്കെ. അപ്പോൾ നീന്തൽ തട്ടിമുട്ടിയൊക്കെ അറിയാം. എന്നാലും എപ്പോഴും നമ്മുടെ നീന്തൽ പരീക്ഷിക്കുന്ന വ്യക്തി നമ്മുടെ വീട്ടിലെ അപ്പനായിരിക്കുമല്ലോ. ഒരു ദിവസം അപ്പന് ഇപ്പോൾ താഴേന്ന് പണിയിടയ്ക്ക് വന്നപ്പോഴത്തേനും പറഞ്ഞു, ഒന്ന് നീന്തി കാണിച്ചേ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നീന്താനൊക്കെ അറിയാം, അപ്പനെ കാണിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, എന്നാൽ അത്രയ്ക്കായോ എന്നും പറഞ്ഞ് ആ കരയ്ക്കിരുന്ന് എൻ്റെ യൂണിഫോം എടുത്ത് അപ്പം നടുക്കൂട്ട് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു പോയി നീന്തി എടുക്കാൻ. ആ യൂണിഫോം എടുത്തല്ലേ എനിക്ക് പറ്റത്തുള്ളൂ, നാളെ ഇട്ടുകൊണ്ട് പോകണല്ലോ, അല്ലെങ്കിൽ നാളത്തെ ഇട്ടുകൊണ്ട് പോകുന്നുള്ളതാണ്. പിന്നെ നീന്തി പേടിക്കേണ്ടി വന്നു. പക്ഷേ ആക്ച്വലി അന്ന് ഞാൻ അപ്പനെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ കരഞ്ഞു. പക്ഷേ അപ്പം അന്ന് കാണിച്ചത് വളരെയധികം ശരിയായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത്. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിട്ടില്ല. ആക്ച്വലി നീന്തൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങ് ചെയ്യുമായിരുന്നു. ആ ഒരു പേടി, ആ ഒരു ആദ്യത്തെ ഇൻഹിബിഷൻ അതങ്ങ് മാറിക്കിട്ടി. അതോടുകൂടി ആ അങ്ങ് തെളിഞ്ഞു എന്ന് വേണേൽ പറയാം. പക്ഷെ വലിയ നീന്തൽ ചാമ്പ്യനായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. പക്ഷേ മനസ്സുകൊണ്ട് ഇപ്പോൾ പാറ്റി കുളിക്കാൻ പോകാറില്ല, എന്നാലും നീന്തുന്നൊരു സന്ദർഭം വരുമ്പം ഭയങ്കര എൻജോയ് ചെയ്ത് നീന്താൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റുന്നുണ്ട്. നല്ല പേരെനിക്കറിയത്തില്ല, എന്നാലും നല്ല സൂപ്പറായിട്ട് നീന്താൻ അറിയാം. സോ താങ്ക്സ് ടു അപ്പൻ. അന്ന് ഞാൻ കുറേ തെറി വിളിച്ചെങ്കിലും എന്നാലും താങ്ക് യു.